ആ ഒരു പുസ്തകം തന്നെ എപ്പോഴും വായിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മറ്റ് പുസ്തകങ്ങൾ, പ്രൊഫസർ ശിവദാസിന്റെ തന്നെ മറ്റ് പുസ്തകങ്ങൾ, ഇതൊക്കെ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായി. അപ്പൊ അതിനുശേഷം എന്റെ പുസ്തകങ്ങൾ കിട്ടുന്നത് യുക്തിവാദം. അപ്പൊ പിന്നെ അത് വായിക്കാൻ തുടങ്ങി. അപ്പൊ അത് വായിച്ചതിന്റെ പ്രധാന താല്പര്യം തന്നെ ഒരു വിശ്വാസിയായിട്ടുള്ള എന്നെ കൺവേർട്ട് ചെയ്യിക്കാനായിട്ട് ഈ പുസ്തകങ്ങൾക്ക് സാധിക്കുമോ എന്നറിയുക കൂടിയാണ്. സാധിച്ചില്ല. പക്ഷേ ഡെമറുഗിന്റെ ഏതാണ്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഒരുപക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ യുക്തിവാദ പുസ്തകം ആണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വായന ഒരു രസം എന്നതിനപ്പുറത്തേക്ക് അത് പോയിട്ടില്ല. കാരണം ഒന്ന്, നമ്മുടേതായിട്ടുള്ള സാഹചര്യവുമായി ചേർന്ന് നിൽക്കുന്ന പുസ്തകങ്ങൾ വായിക്കാനുള്ള താല്പര്യം. രണ്ട്, ഒരു പുസ്തകത്തിന് എൻ്റെ വിശ്വാസത്തിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള താല്പര്യം. പക്ഷെ അപ്പോഴും ഇതൊരു സീരിയസ് വായനയിലേക്ക് പോയിട്ടില്ല. അതിനുശേഷം ഈ സ്കൂളുകളിലൊക്കെ നിരന്തരം മത്സരങ്ങളിൽ പങ്കെടുക്കും, പ്രസംഗ മത്സരങ്ങൾ. പക്ഷെ അതിനു മുമ്പ് വിഷയം കിട്ടും. വിഷയം കിട്ടി 3 വിഷയങ്ങൾ കിട്ടും. അതിലൊന്നായിരിക്കും ചോദിക്കുക. ആ ഒരു പാറ്റേൺ സ്ഥിരം ഉള്ളത് കൊണ്ട് നമുക്ക് കടന്നുകൂടുന്നതിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് ഉണ്ട്. അത് ഏത് വിഷയമാണെങ്കിലും അതിന് പറ്റുന്ന ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് ഉണ്ട്, ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതിൽ 1-2 വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം ദേശീയോദ്ഗ്രഥനമാണ് ചേർക്കേണ്ടതെങ്കിൽ അതിൽ എന്ത് മാറ്റണം, എന്ത് ചേർക്കണം, ഇതൊക്കെയുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ കോണ്ടന്റ് മാത്രം മതി. അപ്പൊ അത് മാത്രം പഠിച്ചു വെച്ചിട്ട് എല്ലാ മത്സരങ്ങളിലും പോകുന്നു, അവിടെ എല്ലാം വിജയിയാകുന്നു. അപ്പൊ ഞാൻ സ്വയം വിചാരിക്കുന്നു ഞാൻ വലിയ പ്രസംഗകനായി കഴിഞ്ഞു എന്നാ വിചാരിക്കുക. പക്ഷെ പിന്നീട് ഈ UP കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ 3 വിഷയം നേരത്തെ തരുന്ന പരിപാടി അവസാനിച്ചു. കോമ്പറ്റീഷന് വരുന്നു, അവിടെ വെച്ചിട്ട് വിഷയം തരുന്നു, 5 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം, വന്ന് പ്രസംഗിക്കുക. മൈലപ്രയില് മൗണ്ട് ബഥനി സ്കൂളിൽ എന്തോ ആണ്. ഞാൻ അങ്ങനെ വന്ന് നിൽക്കുന്നു, ഒരു പേപ്പർ തരുന്നു. പേപ്പറിൽ എന്തോ ഒരു വിഷയം എഴുതിയിട്ടുണ്ട്. ആ വിഷയം എന്താണെന്ന് എനിക്ക് നേരെ വായിക്കാൻ പോലും പറ്റിയില്ല. അതെന്താന്ന് ഇപ്പോഴും ഓർമ്മയില്ല. എന്തോ ഒരു വിഷയം, എനിക്കതിനെക്കുറിച്ച് ABCD അറിയില്ല. അത് ഓപ്പണിംഗ് പാരഗ്രാഫ് അങ്ങ് ഇറക്കി. എന്നിട്ട് ഇന്നതാണ് വിഷയമെന്ന് പറയുമല്ലോ, അത് പറയാൻ പോലും അറിയില്ല. അവിടെ വെച്ചിട്ട് പിന്നെ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ നിന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹ്യൂജ് ഓഡിയൻസ്, സ്കൂൾ ഫെസ്റ്റിവൽ ആണല്ലോ, നിറയെ വിദ്യാർത്ഥികള്, പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികള്, അവരുടെ രക്ഷിതാക്കള്, അധ്യാപകര്, നിരവധി ആൾക്കാർ, അങ്ങേ അറ്റം വരെ ഇങ്ങനെ ആളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ തട്ടിൽ കയറി നിൽക്കുകയാണ്, നമ്മൾ ഒറ്റയ്ക്ക്, മൈക്കൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറയാനില്ല, അടിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി അന്നത്തെ ദിവസം ഞാൻ പ്രസംഗ മത്സരത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്നിട്ട് കൺക്ലൂഡിങ് പാരഗ്രാഫും കൂടി ചേർത്ത് അവസാനിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഇറങ്ങി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരിക്കും, കളിയാക്കുന്ന ഡയലോഗുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തല ഉയർത്തി ആരെയും നോക്കാതെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ആൾക്കാർ ഓരോ കമന്റുകളൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം. അപ്പൊ നാണം കെട്ട ആ സമയത്ത് തീരുമാനിച്ചു ഇനി മുതൽ ഇതിലില്ല. അപ്പൊ എന്നെ സ്ഥിരം ഇത്തരം പരിപാടികൾക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ചേട്ടന്, മൂത്ത ചേട്ടന്. അപ്പോ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇത് അവസാനത്തേതാണ്, ഇനി ഇല്ല എന്ന് പറഞ്ഞു. ചേട്ടൻ അപ്പോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, നീ ഇത്തവണ പൊട്ടിപ്പോയതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആ കാരണം, നേരത്തെ കുറെ സാധനം സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റിൽ പഠിച്ചു വെച്ച് നേരത്തെ തരുന്ന വിഷയത്തിനനുസരിച്ച് അതിൽ ഓൾട്ടർ ചെയ്ത് അത് നീ പോയി നിന്റെ കോൺഫിഡൻസിൽ അടിക്കുക ചെയ്യുക. ലോങ് ടൈമിൽ അത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. അപ്പൊ നിനക്ക് ഈ കിട്ടുന്ന വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് 5 മിനിറ്റ് പ്രസംഗിക്കണമെങ്കിൽ നിനക്ക് വായന വേണം. ആ വായിക്കാൻ നീ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതിൽ വിജയിക്കാൻ പറ്റൂ എന്ന് വെച്ചു. പക്ഷെ പിന്നെ പതുക്കെ ചെറിയ രീതിയിൽ വായന തുടങ്ങി. ചേട്ടൻ അത്യാവശ്യം നല്ല ബുക്ക് കളക്ഷൻ ഉണ്ട്. അപ്പോൾ പലതരം ബുക്കുകൾ അങ്ങനെ വായിച്ചൊക്കെ തുടങ്ങി. പിന്നെ ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ വീണ്ടും കോമ്പറ്റീഷന് പേര് കൊടുക്കാൻ തുടങ്ങി. വരുന്ന വിഷയങ്ങളൊക്കെ ദൈവം സഹായിച്ച് അറിയാവുന്ന വിഷയങ്ങളായി. അങ്ങനെ അതിൽ സംസാരിക്കുന്നു. വീണ്ടും ഇതേപോലെ കലോത്സവ വേദികളിൽ വരുന്നു, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, സമ്മാനങ്ങൾ കിട്ടുന്നു, അങ്ങനെയായി. പക്ഷേ അന്ന് തുടങ്ങിയ ആ ഒരു ശീലമുണ്ട്, കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുക എന്നുള്ളൊരു ശീലം. ആ ശീലം പിന്നെ താത്തു വെച്ചില്ല, അത് പിന്നെ തുടർന്ന് തന്നെ പോന്നു. പക്ഷെ ഉണ്ടായ ഒരു ചേഞ്ച്,
ഏതാണ്ട് ഒരു 2000ങ്ങളുടെ തുടക്കം മുതൽ ഫിക്ഷൻ പൂർണ്ണമായിട്ടും വായന അവസാനിപ്പിച്ചു. അതിനുശേഷം ഞാൻ വിരലിലെണ്ണാവുന്ന ഫിക്ഷൻ പുസ്തകങ്ങൾ മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ കംപ്ലീറ്റ് നോൺ ഫിക്ഷൻ, ചരിത്രം, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയി. കയ്യിൽ കിട്ടുന്ന എന്തും വായിക്കും എന്നുള്ളൊരു ശീലമുണ്ട്, പക്ഷേ ഫിക്ഷൻ കഴിവതും കയ്യിൽ വരാതിരിക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു പരിപാടി മാത്രമാണ് ചെയ്തത്. അത് പിന്നീട് ഇങ്ങനെ തുടർന്ന് വന്നാണ് 2015 ഈ ടെലിവിഷൻ ഡിബേറ്റുകളിലേക്ക് വരുന്നത്. വളരെ യാദൃശ്ചികമായിട്ട് വരുന്ന ഒരു സംഭവം. ഇപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ നിരീക്ഷകൻ എന്ന് പറയുക, പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോഴെല്ലാം അതിലൊരു വൈഡ് റീഡിംഗ് വേണം. അത് കേവലം അതിൻ്റെ സർഫസിലുള്ള റീഡിംഗ് കൊണ്ട് കാര്യമില്ല. കാരണം ഒരു ചർച്ചയാണ്, പ്രസംഗമല്ല. പ്രസംഗമാണെങ്കിൽ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും ഞാൻ തന്നെയാണ്. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇങ്ങനെയല്ലേ എന്ന്. നിങ്ങൾ ചോദിച്ചിട്ടല്ല, അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വേറൊരു ചോദ്യമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഡിബേറ്റ് അതല്ല. ഡിബേറ്റ് ഞാൻ എൻ്റെ വശം പറയും, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾ എന്ത് ചോദിക്കും എന്ന് എനിക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിന് മറുപടി പറയണം. അത് വളരെ കൺസൈസായിട്ട് 2 മിനിറ്റിനകത്തിൽ നിൽക്കുന്ന മറുപടി പറയണം. അതിന് നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ പോലെ ഒന്ന് എൻജിൻ ചൂടായി വരാനുള്ള സമയം കിട്ടത്തില്ല. പെട്ടെന്ന് പോയിന്റിലേക്ക് പോകണം. ആ പോയിന്റുകൾ ചിലപ്പോൾ 2ഓ 3ഓ ആയിരിക്കുന്നത് പ്രിസൈസായിട്ട് പറയാൻ പറ്റണം. പിന്നെ ഇതിനൊക്കെ ഉപരി ഈ ഓർമ്മയും ആർട്ടിക്കുലേഷനും ഒന്നും മാത്രമല്ല, ഈ ആ സമയത്ത് പറയുക എന്നൊരു സംഭവം. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു 2 സെക്കൻഡിൽ നമ്മൾ ഈ ആൻസർ പ്രോസസ്സ് ചെയ്തിട്ട് പറയുക എന്നൊരു സംഭവമുണ്ട്. കാരണം ഇത് ലൈവ് ടെലിവിഷനാണ്, പരിമിതമായിട്ടുള്ള സമയമേ ഉള്ളൂ, എയർ ടൈമിന് വിലയുണ്ട്. നമ്മൾ അവിടെ മൗണ്ട് ബദനി സ്കൂളിലെ പോലെ ബബ്ബ പഠിക്കാൻ പോയാൽ നമ്മുടെ അവസരം പോകും, വേറെ ആളിലേക്ക് ആങ്കർ പോകും, പിന്നെ ജീവിതത്തിൽ എല്ലാ കാലവും നാണക്കേടുമാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കോൺസ്റ്റന്റ് എഫർട്ട് എന്ന രീതിയിൽ കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ചർച്ച തുടങ്ങിയത് മലയാള മാധ്യമത്തിലല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മളെല്ലാവരും പറഞ്ഞാൽ മലയാളത്തിലെ നിരീക്ഷകൻ എന്ന രീതിയിലാണ് പലരും വന്നിരുന്നത്. ചർച്ചകളുടെ തുടക്കം എവിടെ വെച്ചായിരുന്നു? അല്ലെങ്കിൽ ആദ്യം പോയ ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമം ഏതായിരുന്നു ഓർമ്മ? ആദ്യം പോയത് ടൈംസ് നൗ ആണ്. കളരി അർണബ് ഗോസ്വാമിയുടേതാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട്, ഹരിക്കറിയാൻ. അപ്പോൾ ആ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കുറച്ച് ഫൈൻഡിങ്സിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി തരുമോ എന്ന് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൽ നിന്നൊരു എൻക്വയറി ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലേഖനം എഴുതി. ആ ലേഖനം വെൽ റിസീവ്ഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരാഴ്ചയോ മറ്റോ കഴിഞ്ഞപ്പോൾ അവർ ഒരു ലേഖനം കൂടി തരുമോ എന്ന് ചോദിച്ചു. അത് കൊടുത്തു. അത് പബ്ലിഷ് ചെയ്തു. ലാർജ് കാവേരി ബംസായി ആണ്. അപ്പോൾ കാവേരി ബംസായി ഇത് അവരുടെ ചീഫ് എഡിറ്റർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈസ് എ ന്യൂ റൈറ്റർ. അപ്പോൾ പുള്ളി റിസർച്ച് ബേസ്ഡ് ആയിട്ട് ഉള്ള ഒരു സംഭവത്തിനെ പറ്റി വിഷയങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. റിസർച്ച് ഓറിയന്റഡ് അല്ലാത്ത, എൻ്റെ വിഷയങ്ങളല്ലാത്ത മറ്റു പല പൊളിറ്റിക്കൽ ഹിസ്റ്ററി റിലേറ്റഡ് വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെ എഴുതാൻ തുടങ്ങി. അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 50-ലധികം ലേഖനങ്ങൾ അവർക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൊരിക്കൽ ഒരുപക്ഷെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും, സുപ്രീം കോടതിയുടെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി. യാക്കൂബ് മേമൻ എന്നുള്ള തീവ്രവാദിയെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് അപ്പീൽസ് ഇങ്ങനെ കൊടുത്ത് ഒരു ദിവസം വെളുപ്പിനെ 5 മണിക്കോ മറ്റോ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുകയാണ്. പക്ഷെ ഫൈനലി ലാസ്റ്റ് ഒരു അപ്പീൽ കൂടി മൂവ് ചെയ്യുക. അപ്പോൾ സുപ്രീം കോടതി രാത്രി 12 മണിക്കോ 12:30ക്കോ മറ്റോ ഓപ്പൺ ചെയ്ത് ഇത് കേട്ട് അവസാനം 3 മണിയോടുകൂടി എന്തോ ഇയാളെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ് വീണ്ടും ആ വെർഡിക്റ്റ് പാസ്സാക്കുന്നു. സ്റ്റേ ചെയ്യുന്നില്ല. പിന്നെ 2 മണിക്കൂറിനകം അയാളെ തൂക്കിക്കൊല്ലുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വലിയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളൊരു തർക്കം ഉണ്ടായി. ഒരു കുറ്റത്തിനും ഒരാളെ തൂക്കിക്കൊല്ലുന്നത് പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണ്ട എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം, വേണം എന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൂടുതലും ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെല്ലാം ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണ്ട എന്ന നിലപാടാണ് എടുക്കുക. കൊല്ലണം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലേഖനത്തിൽ അന്ന് ഞാനൊരു ലേഖനം പബ്ലിഷ് ചെയ്തു. ആ ലേഖനത്തിൽ യാക്കൂബ് മേമൻ കൊല്ലപ്പെടണം ഇന്ന കാരണങ്ങളാൽ എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു ലേഖനം എഴുതി. അപ്പോൾ ഈ ലേഖനം അർണബ് ഗോസ്വാമി വായിച്ചു. എന്നിട്ട് അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഈ ലേഖനം വായിച്ചു, ഞങ്ങൾക്ക് ഈ വ്യൂ ഇന്നത്തെ ചർച്ചയിൽ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രിയിലത്തെ ഡിബേറ്റിന് ഇരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ടെലിവിഷൻ ഡിബേറ്റുകളിൽ ഇരുന്നിട്ടില്ല.
ലൈവ് ഡിബേറ്റുകളിൽ ഇരുന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രിവാൻഡ്രത്ത് ടൈംസ് നൗവിൻ്റെ ഓഫീസുണ്ട്, അവർ വന്ന് കൊണ്ടുപോവുകയെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഒപ്പം പങ്കെടുക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധിയാണ്, പിന്നെ സുപ്രീം കോടതിയിലെ ഏതൊക്കെയോ സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞു, അവരുടെ അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഇന്ന പോയിന്റൊക്കെ പറയാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വൈകുന്നേരം സ്റ്റുഡിയോയിലേക്ക് പൊക്കോണ്ടിരിക്കുക, അവരുടെ വണ്ടിയാണ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അർണബിൻ്റെ എഡിറ്റർ എന്നെ വിളിക്കുക. എഡിറ്റർ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, യു നോട്ട് ദ ഡ്രിൽ റൈറ്റ്, എന്താണ് ചർച്ചയിൽ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അറിയാം, എനിക്കറിയാം, എനിക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. നോ നോ നോ, ഞാൻ അതല്ല പറയുന്നത്, യു നോ വാട്ട് യു നീഡ് ടു ഡു അല്ലേ? ഞാൻ പറഞ്ഞ അറിയാം, പറയാം. നോ നോ നോ, യു നീഡ് ടു ഷൗട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു പുള്ളി പറഞ്ഞു യു നീഡ് ടു ഷൗട്ട്, അതർവൈസ് യുവർ വോയിസ് വിൽ നോട്ട് ബി ഹേർഡ്. ഞങ്ങൾക്ക് ഷൗട്ടിംഗ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്, അത് പറ്റില്ല. അപ്പോൾ മേ ബി ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ അതിന് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു മൈ ഓൺലി പീസ് ഓഫ് അഡ്വൈസ് ഫോർ യു ഈസ് ടു ഷൗട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് യുവർ വോയിസ്, അതർവൈസ് യുവർ വോയിസ് വിൽ നോട്ട് ബി ഹേർഡ്. അപ്പോൾ ഇത് വളരെ സത്യമാണെന്ന് 10 കൊല്ലം കഴിയുമ്പോഴും എനിക്കറിയാം. ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ പലപ്പോഴും ഷൗട്ട് ചെയ്യുന്ന അവസ്ഥ അല്ല, എന്നാലും മലയാള മാധ്യമങ്ങൾ വളരെ ഭേദം ഇത് ആ സമയത്ത് പോലും. പക്ഷേ അന്ന് ഒരു തുടക്കക്കാരനായതുകൊണ്ടും പിന്നെ അപ്പുറത്തിരിക്കുന്ന മഹാരഥന്മാരുടെയൊക്കെ പണ്ടേ കയറി ഷൗട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അർണബ് എല്ലാവരോടും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് ക്രോസ് ടോക്ക് ചെയ്യാൻ വന്ന ആൾക്കാരോടൊക്കെ മിണ്ടാതിരുത്തിപ്പിച്ചിട്ടാണ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അതാണ് ആദ്യം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും അങ്ങനെ അതൊരു ശക്തമായ നിലപാട്. കാരണം അന്ന് തന്നെ അത് യാക്കോബിനെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ അതെന്തിന് എന്നുള്ള കൃത്യമായ നിലപാടുകൾ അത് വ്യക്തമാക്കി പറഞ്ഞു എന്നുള്ളതാണ് അത് ശരി. ഇപ്പോഴും അത് ചർച്ചകൾക്ക് പോകുമ്പോൾ പലപ്പോഴും ഒരു ഗഹനമായ ഒരു വായനയ്ക്ക് ശേഷമാണ് പോകുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ജോലി തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം IT നഗരമായിട്ടുള്ള കൊച്ചിയിൽ എങ്ങനെയാണ് IT നഗരത്തിലെ ആളുകൾ ഓടുന്നത് നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളൊരു ജോലി തിരക്കിൻ്റെ ഇടയിൽ ഈ വായനയും ഈ ചർച്ചയിലേക്ക് പോകുന്നതും എങ്ങനെയാണ് സാധ്യമാകുന്നത്? അല്ല, ഇത് സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതൊരു തോന്നൽ മാത്രമാണ്. നമ്മൾ നമുക്കിഷ്ടമുള്ള ഏത് കാര്യവും ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തും അല്ലേ? ഇപ്പോൾ മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ വന്നു, അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൻ്റെ ഒരു സിനിമ വന്നു, നല്ല അഭിപ്രായം കേൾക്കുന്നു, നമുക്ക് കാണണമെന്ന് തോന്നുന്നു, നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പോയി കാണും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് കാണും. വീക്കെൻഡ് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇപ്പോൾ കൊച്ചിയിൽ ഒരു നല്ല ഫ്ലവർ ഷോ വരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷ്യമേള വരുന്നു, നമ്മൾ സമയം കണ്ടെത്തി നമ്മളതിന് പോകും. നമ്മുടെ താല്പര്യങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ എങ്ങനെയും കണ്ടെത്തും. ഒരാൾ നമ്മളെ വിളിച്ചതിന് ശേഷം പറയുകയാണ് ഇതാ ഇന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്ന് പറയും. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ രണ്ടാമതൊന്നും വിളിക്കാതെ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കും. താല്പര്യമില്ലെങ്കിലോ നമ്മളപ്പോൾ പറയും അശ്ശോ കുറച്ച് തിരക്കിലാണ്, ഞാൻ നോക്കാം എന്ന് പറയും അല്ലേ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന നമ്പറാണ്. തല കുലുക്കുന്നതിന് ഒരു മടിയും വേണ്ട ചേച്ചി, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് താല്പര്യമുള്ള വിഷയത്തിന് നമ്മൾ എപ്പോഴും അതിനു വേണ്ടിയിട്ട് ടൈം കണ്ടെത്തും. താല്പര്യം ഇല്ലാത്ത വിഷയത്തിന് മാത്രമാണ് നമ്മൾ പിന്നീടാകാം, അടുത്ത ആഴ്ചയാകാം, അല്ലെങ്കിൽ എനിക്ക് തിരക്കാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സമയമില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു വലിയ കള്ളമാണ്. സമയമുണ്ട്, സമയം കണ്ടെത്താം. പാഷനായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഏത് കാര്യത്തിനും നമ്മൾ സമയം കണ്ടെത്തും. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന തിരക്കുള്ള മേഖല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ വളരെ ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരവരുടെ പാഷനായിട്ട് അത് കൊണ്ട് നടക്കാറുണ്ട്, എക്സിബിഷൻസ് നടത്താറുണ്ട്. സോഫ്റ്റ്വെയർ മേഖലയിലുള്ള നിരവധി ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോഫ്റ്റ്വെയർ മേഖലയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡ്രാമയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സമയം ആൾക്കാർ കണ്ടെത്തുന്നു. ഞാനുമായിട്ടുള്ള ഒറ്റ വ്യത്യാസം, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നുള്ളതിന് എളുപ്പമല്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ പരിപാടിയുണ്ട്. പക്ഷേ അതെൻ്റെ പാഷനാകുമ്പോൾ ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ സമയം കണ്ടെത്തും. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തൊക്കെ വിഷയങ്ങളാണ് ചാനലുകൾ ചർച്ച ചെയ്യുക എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അത് ഇന്ന വിഷയമായിരിക്കാം, അതല്ലെങ്കിൽ ഇന്നതാവാം എന്ന് കരുതിയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതിൽ വരുന്ന വിഷയം അനുസരിച്ച് അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വേറെ 3-4 വിഷയങ്ങൾ ചർച്ചയാകുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്.
പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ വേസ്റ്റ് ആകുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആ വിഷയം വീണ്ടും പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ തന്നെ ഒരു എക്സസൈസാണ്. അതിനുള്ള സമയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ചർച്ചകൾ വൈകിട്ട് ഒരു 7 മുതൽ 9 വരെയാണ് അതിന്റെ പീക്ക് ടൈം. പക്ഷെ ആ വിഷയം ഉണ്ടാകുന്നത് അപ്പോഴാവണമെന്നില്ല. ഇപ്പൊ ഒരു കോർട്ട് വെർഡിക്റ്റ് ആകാം, പുതുതായിട്ട് പാസ്സാക്കുന്ന ഒരു നിയമമാകാം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നമാകാം, ഒരു സ്ഥലത്ത് നടക്കുന്ന സംഘർഷമാകാം, ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യമാകാം. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയാണ്. അപ്പൊ ഇതിനെപ്പറ്റി, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും എടുക്കാനും ഉള്ള സമയം ധാരാളമുണ്ട്. അപ്പോൾ രാത്രി എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തരം പരിപാടികൾ, വായന, അത്തരം കാര്യങ്ങളെല്ലാം രാത്രിയിൽ മാത്രം ചെയ്യാനായിട്ട് വെക്കുക. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഒരു 2:30-3 മണി ഒക്കെ ആകുമ്പോഴാണ് കിടക്കുക. അതിലേക്കാണ് വന്നത്. കാരണം അങ്ങ് വരുമ്പോഴും രാത്രികൾ ഏറ്റവും കൂടുതൽ രാത്രികളിൽ ഓൺലൈനായിരിക്കുന്ന, സജീവമായി നമുക്ക് മറുപടി തരുന്ന ഒരാൾ ഇദ്ദേഹമായിരിക്കും. പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ രാത്രി 10 മണി കഴിഞ്ഞാൽ ആരും വിളിച്ചാൽ കിട്ടില്ല അല്ലേ? 10 മണി അല്ലെങ്കിൽ 11 മണി കൂടി വന്നാൽ. പക്ഷെ എന്നാൽ 11 മണിക്ക് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറുപടികൾക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടികൾ കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് കിട്ടാറുണ്ട്. പക്ഷേ വായനയുടെ ഇടയിലൂടെ അതിനും സമയം കണ്ടെത്തുന്ന സുഹൃത്തുക്കളുമായി ഒരു നല്ല സുഹൃത്തുക്കളുമുള്ള ഒരു ശ്രീജിത്ത് പണിക്കരുണ്ട്. അപ്പോൾ ശ്രീജിത്തിനെ ഒരു സുഹൃത്ത് ബന്ധത്തിൽ, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളൊന്നും അല്ലാതെ തന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു സാമൂഹ്യ മേഖലയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരാൻ ഇതിൽ സാധ്യതകൾ കിട്ടുന്നുണ്ട്. ഇല്ല, അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ചോയ്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ എന്നെ പ്രിവെന്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെ കോംപ്രമൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ എനിക്ക് ഇപ്പം അങ്ങനെ ഒരു എൻട്രി സാധ്യമാവൂ. അപ്പോൾ അത് എന്നോട് തന്നെ ഞാൻ കാണിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോട് കാണിക്കുന്ന ഒരു നീതികേടാണ്. അഥവാ ഞാൻ അങ്ങനെ ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാരോട് കാണിക്കുന്ന ഒരു നീതികേടാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതൊക്കെ അല്ലാത്ത ഒരു ഘട്ടം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആ സമയത്ത് ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ എൻ്റെ ചിന്തയിലേ അതില്ല. വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം. ഇനി ചർച്ചകളിലേക്ക് കടന്നു വരാം. പലപ്പോഴും അങ്ങ് നടന്ന ചർച്ചകളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് തന്നെ പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയാണ് അങ്ങ് പലപ്പോഴും അങ്ങയുടെ പോസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ചർച്ചകളിലാണെങ്കിലും നിലപാടുകൾ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾക്ക് എതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റുകൾ ഇടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ന് കമ്മ്യൂണിസം എന്ന് പറയപ്പെടുന്നതല്ല യഥാർത്ഥ കമ്മ്യൂണിസം എന്നുള്ള ബോധം കൊണ്ടാണ്. നമ്മൾ ഇന്ന് കാണുന്നതൊക്കെയും കമ്മ്യൂണിസമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും എല്ലാം കമ്മ്യൂണിസമാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഒറിജിനൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വേറൊന്നാണ്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നതിന് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഇടത് നയമുണ്ട്. കൃഷി, അതിന് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഇടത് നയമുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഇടത് നയമുണ്ട്. ആ നയമാണ് അവർ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ, കാരണം അത് ഐഡിയോളജിക്കൽ പൊസിഷനാണ്. പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിലേത് മേഖലയാണെങ്കിലും നമ്മളതിലെടുത്താൽ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമാണോ നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അതിലൊരു വലത് വ്യതിയാനം ഒരുപക്ഷെ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇടത് ഐഡിയോളജി ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്ന തോന്നൽ അവർക്കുണ്ടാകും. നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നത് ഈ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാന തലമാണെങ്കിലും അത് കേരളത്തിലെ സാഹചര്യത്തിൽ അത്രത്തോളം നടപ്പാക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറിയാണ്, ഗോവിന്ദ മാഷ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? കേരളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, അതോ ഇത് ഇവിടെ ഇനി ആ രീതിയിൽ പ്രോസ്പർ ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണോ എന്നുള്ള ചോദ്യമുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇതാണ് കമ്മ്യൂണിസം, ഞങ്ങൾ അതാണ് നടപ്പാക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഞാൻ പറയുന്ന സമയത്ത് ഇതൊരു വിഷയമാണ്. നിങ്ങൾ എന്താ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPM-നെ വിമർശിക്കുന്നത് എന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഇപ്പൊ ഞാനല്ലല്ലോ വിമർശിക്കുന്നത്, CPI അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലേ CPM-നെ വിമർശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? CPI സംഖ്യയാണെന്ന് പറയുമോ? എന്നെ എങ്ങനെയല്ലേ വിളിച്ചേ? നിങ്ങൾ CPM വിരുദ്ധനാണ്, നിങ്ങൾ ഇടതുപക്ഷ വിരുദ്ധനാണ്, നിങ്ങൾ സംഘപരിവാറിന്റെ ഏജന്റാണ്, നിങ്ങൾക്ക് പൈസ തരുന്നത് സംഘികളാണ് എന്ന് എന്നോട് പറയും. ഞാൻ ചോദിക്കുന്നത്, ബിനോയ് വിശ്വത്തിന് കൊടുക്കുന്നത് ഞാനാണോ? ബിനോയ് വിശ്വത്തിന് പൈസ കൊടുക്കുന്നത് സംഘികളാണോ? RSSന്റെ ഓഫീസിൽ നിന്നോ മാരാർജി ഭവനിൽ നിന്നോ ആണോ നമ്മുടെ മന്ത്രിസഭയിലുള്ള CPI മന്ത്രിമാർക്ക് നിലപാട് സ്വീകരിക്കാൻ പൈസ കൊടുക്കുന്നത്? അല്ല. അപ്പൊ അവർക്ക് അവരുടെ കോർ ഐഡിയോളജി ഇതല്ല എന്നുള്ള ധാരണയാണ്. ആ ധാരണ ഉള്ളത് കൊണ്ടാണ് അവര് തിരുത്തുന്നതിന് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തിരുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും അവരും ഒരു പക്ഷത്തായിരിക്കാം. അപ്പൊ CPI പറയുന്നത് CPM പിന്തുടരുന്നത് ഇടതുപക്ഷ നയങ്ങളല്ല എന്നാണ്.
CPIക്ക് ആ ബോധോദയം ഉണ്ടാകുന്നതിന് ഒരു 4 വർഷം മുമ്പേ മുതൽ ഞാൻ ചുരുങ്ങിയത് പറയുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചൊന്ന് ആദരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പൊ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം, ചോദ്യങ്ങളിലേക്ക് വരാം. ചോദ്യങ്ങളിലേക്കുള്ള അവസരമുണ്ട്. ഈ പറഞ്ഞ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു സംഖ്യ എന്ന പട്ടം കിട്ടിയെന്ന്. അപ്പോൾ ആന്റി BJP എന്ന രീതിയിൽ പലപ്പോഴും അങ്ങേ വിളിച്ചിട്ടുണ്ട്. ഈ പറയുന്ന BJP രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ അങ്ങേ ആന്റി BJP ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും താങ്കളുടെ നയം എന്താണ്? രാഷ്ട്രീയം വ്യക്തമാക്കാൻ താല്പര്യമുണ്ടോ? അല്ല, ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള നയം എന്നുള്ളതാണ് നല്ലത്. ഞാൻ വിചാരിക്കുന്നത് അത് എൻ്റെ മാത്രം പോളിസി അല്ല. കേരളത്തിലുള്ള ഇലക്ട്രേറ്റിൻ്റെ ബഹുഭൂരിപക്ഷവും വിഷയാധിഷ്ഠിതമായിട്ട് മാത്രം നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അതല്ലാതെ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും പക്ഷമോ രാഷ്ട്രീയമോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയം ഉണ്ടാകാം, കാരണം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെന്നാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തടവറയിലുള്ള മലയാളികളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. 10% ചിലപ്പോൾ കണ്ടാലായി. ബാക്കി ഞാൻ വിശ്വസിക്കുന്നത് 90%. പണ്ട് ഞാൻ പറയാറുണ്ട് 10% ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നതാണെന്ന്. അല്ല, കഴിഞ്ഞ നാളിലുള്ള ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഒരുപക്ഷെ 90%-ഓളം ആൾക്കാർ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നോ അതേപോലെ തന്നെ ചിന്തിക്കുക, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണ്. അതല്ല എങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരേ സെറ്റ് ഓഫ് ആൾക്കാർ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിന് 1 സീറ്റും UDFന് 19 സീറ്റും ലോക്സഭയിലേക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇടതുപക്ഷത്തിന് കേരളത്തിലാകെ 1 സീറ്റ് കിട്ടി, 19 സീറ്റ് നഷ്ടമായി. അവിടുന്ന് 2 വർഷം കഴിഞ്ഞ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷത്തിന് 99 സീറ്റ് കിട്ടി. ബാക്കിയുള്ള ആൾക്കാർക്ക് ഏതാണ്ട് 40 ചില്ലറ സീറ്റ് കിട്ടി. പുതിയ വോട്ടർമാരാണോ? ഈ വോട്ടർമാരെ മുഴുവൻ പുതുതായിട്ട് കൊണ്ടുവന്നതാണോ? അല്ല, 2 വർഷം മുമ്പ് വോട്ട് ചെയ്തിരുന്ന അതേ വോട്ടർമാരാണ്. പുതുതായിട്ട് ആഡ് ചെയ്തതും നേരത്തെ ഉള്ളതിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയതുമായിട്ടുള്ള ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ടാകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതേ ആൾക്കാർ ആ സമയത്ത് വേറൊരു തീരുമാനമെടുത്തു. ഇത് 2021. 3 വർഷം കഴിഞ്ഞ് 2024 ആയപ്പോൾ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ആൾക്കാർ 18 സീറ്റ് വീണ്ടും UDFന് കൊടുത്തു, 1 സീറ്റ് BJPക്കും 1 CPMനും കൊടുത്തു. അപ്പോൾ ഇതോ 2021 വോട്ട് ചെയ്ത അതേ ആൾക്കാരാണ് 24 തിരിച്ചു ചെയ്തത്. ഇനി ഇവരെല്ലാവരും 2019 പോലെ UDFകാരായിരുന്നെങ്കിൽ 2021 ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കണം. ഭരിച്ചോ? ഇല്ല. എന്നാൽ ഇവരൊക്കെ 2021 പോലെ അങ്ങ് ചിന്തിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ സീറ്റ് 18 സീറ്റ് CPMന് കിട്ടണമായിരുന്നു. കിട്ടിയോ? ഇല്ല. അപ്പോൾ അതിനർത്ഥം ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വിഷയാധിഷ്ഠിതമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ നാടിന്, നമുക്ക് ഗുണം എന്താണ് എന്ന് ഉണ്ടോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ടയിൽ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നെങ്കിൽ അതേ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചാൽ ഞാൻ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ടോ, ഞാനതിനെ എതിർക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ പൊസിഷൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എൻ്റെ നിലപാട് വിഷയങ്ങൾക്ക് അധിഷ്ഠിതമാണ്, രാഷ്ട്രീയമോ വ്യക്തി കേന്ദ്രീകൃതമോ അല്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ അത് വിവാദമായി. ഡേ 1 മുതൽ ഞാൻ ആ 3 കാർഷിക നിയമങ്ങളെയും പിന്തുണച്ച് സംസാരിച്ചയാളാണ്. എൻ്റെ നിലപാട് മാറിയില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് BJPയുടെ നിലപാട് മാറി, പ്രധാനമന്ത്രിയുടെ നിലപാട് മാറി, BJP പാർട്ടിയുടെ നിലപാട് മാറി. നിലപാട് മാറാൻ പല കാരണങ്ങളുണ്ടാകാം. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് കാരണമായേക്കാം, മറ്റെന്തെങ്കിലും ദേശ സുരക്ഷയുണ്ട് എന്നുള്ള, അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഇന്റലിജൻസ് കിട്ടിയിട്ടുണ്ടാകാം. എന്തായാലും അവർ നിലപാട് മാറ്റി. എന്നാൽ BJP മാറ്റിയില്ല, ഞാനും കൂടെ മാറ്റിയേക്കാം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആ കാർഷിക നിയമങ്ങൾ നാടിന് ഗുണമാണെന്നാണ്. ഇനി അത് കൊണ്ടുവന്ന് നാട്ടിൽ സംഘർഷം ഉണ്ടാക്കി അതിനുശേഷം പിന്നീട് അത് പിൻവലിക്കാനായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞ ആളാണ്. അപ്പോൾ എൻ്റെ നിലപാടെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കുന്നതിനല്ല, മറിച്ച് ആ നിലപാടാണ്. ഇതേ നിലപാട് നാളെ BJP എതിർക്കുകയും CPMോ കോൺഗ്രസോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ ഞാൻ ആ പക്ഷത്തായിരിക്കും. അതാണ് ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു നിലപാട് എടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശ്രീജിത്തിന്റെ വിജയം. ഇനി കുറച്ച് പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു വരാം. അങ്ങയുടെ ഭാര്യ, കുട്ടി തുടങ്ങിയവരെ കുറിച്ചൊന്നും കുറച്ചു കാലം മുന്നേ വരെ അങ്ങ് സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊന്നും പ്രതിപാദിച്ചിട്ടില്ല. എന്നാൽ ഈയിടെയായിട്ട് ശ്രീജിത്തിന്റെ കുടുംബത്തെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നു. അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുമോ എന്ന് പലരും ചോദിക്കുന്ന കാര്യമുണ്ട്. അതിനെ ഏത് ആംഗിളാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്?
ഇല്ല, അങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമൊന്നും അവരെ ഒളിപ്പിച്ചു വെക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം മുതൽ ശരി നിങ്ങൾ പബ്ലിക് ആയിക്കോളൂ എന്നൊന്നും തീരുമാനിച്ചിട്ടുള്ളതല്ല. അതിലുണ്ടായ ഒരൊറ്റ ചെറിയ ചേഞ്ചേ ഉള്ളൂ. ഒന്ന് അവർക്ക് ഈ മീഡിയയിൽ നിൽക്കുക, അവർ എവിടെയെങ്കിലും കവർ ചെയ്യപ്പെടുക, ഇതൊന്നും അവർക്ക് താല്പര്യമുള്ള ആൾക്കാരല്ല ഒന്നാമത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് ഒരു ഇൻവൈറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ച് എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ ഫാമിലി പൊതുവെ ഇതിനൊന്നും താല്പര്യമുള്ള ആൾക്കാരല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമായിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് എപ്പോഴോ കാഷ്വലായിട്ട് അടുത്ത ദിവസവും മറ്റോ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ആനീസ് കിച്ചണിൽ നിന്ന് വിളിച്ചായിരുന്നു ഫാമിലിയായിട്ട് ഒരു പ്രോഗ്രാമിന്, അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉടനെ വൈഫും മോളും എൻ്റെ അടുത്ത് ചോദിച്ചു, അതെന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഇതുവരെ ഒരു പരിപാടിക്കും വന്നിട്ടില്ല, അതുകൊണ്ട്. അല്ലല്ല, ഇത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയാണ്, അതുകൊണ്ട് അതിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവരെ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർക്ക് എക്സ്പോഷറായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർക്ക് അതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അത് ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതൊരു ശരിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചറിവ് കൂടിയാണ്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ തീരുമാനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് അങ്ങനെ തോന്നുന്നു. അല്ല, അങ്ങനെയില്ല. പൊതുവെ മുമ്പും പലരും ഫാമിലി ഇന്റർവ്യൂ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓണം അങ്ങനത്തെ ഇവന്റുകളൊക്കെ വരുന്ന സമയത്ത്. അപ്പോഴെല്ലാം ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയില്ല അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറയും. അതാണ് അവരുടെ ധാരണ എന്ന് ഞാൻ മനസ്സിലാക്കാം. അവരെപ്പോഴെങ്കിലും പ്ലേറ്റ് മാറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം കുടുംബത്തെ കുറിച്ച് പറഞ്ഞു വന്നത്. ഇനി ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് വരാം. ഇപ്പോൾ വായന കൊച്ചു കാലം മുതൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളുടെ വായന സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ യുവതലമുറ അതിൽ നിന്നും മാറി വായന എന്ന ശീലമേ ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് പുസ്തക വായനയില്ല, സോഷ്യൽ മീഡിയ വഴിയുള്ള വായനയില്ല, അതേസമയം മറ്റുള്ള ലഹരികൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതിനെ എങ്ങനെ മാറ്റാൻ, അല്ലെങ്കിൽ അതിനെന്താണ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചെയ്തു വരുന്നത്? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വായന എന്നുള്ള ഒരൊറ്റ പരിഹാരമല്ല. സത്യത്തിൽ കുട്ടികൾക്ക് സമയമുള്ളത് കൊണ്ടും എനർജി ഉള്ളത് കൊണ്ടുമാണ് അവർ ഈ മറ്റ് പല കാര്യങ്ങളിലേക്ക് പോവുക. ഇപ്പം നമ്മൾ പറയും നമ്മുടെ തലമുറ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിരുന്നു പണ്ട് കാലത്ത്, ഇന്ന് കുട്ടികളൊക്കെ ഗെയിംസിന് അഡിക്റ്റ് ആണ് എന്ന് പറയും. നമ്മുടെ കാലത്ത് ഗെയിംസ് ഇല്ലാതിരുന്നോണ്ടാണ് അല്ലേ? നമ്മുടെ കാലത്ത് ഒരുപക്ഷെ നമ്മുടെ കാലത്ത് മറ്റേ ഇല്ല പാമ്പ് ഇരയെ വിഴുങ്ങുന്ന മറ്റേ സാധനം ഉണ്ടായിരുന്നു, ബ്രിക്ക് ഗെയിമോ. അത് കിട്ടിയ സമയത്ത് എന്ത് താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ കളിച്ചത് അല്ലേ? അത് ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ കുട്ടിയും കോലും കളിക്കാൻ പോയി. TV വന്ന സമയത്ത് നമ്മൾ ടിവിയുടെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങി. ഇന്നത്തേതുപോലെ മൊബൈൽ ഫോണും ഗെയിമിങ്ങും നമുക്ക് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും അതിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ പുസ്തകങ്ങളിലേക്ക് ഒരു കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമുക്ക് വായിക്കണമെങ്കിൽ പത്രമോ മാസികകളോ പുസ്തകങ്ങളോ അല്ലാതെ മറ്റൊന്നും, അത് വായിക്കാനുള്ള മറ്റു തലങ്ങളുണ്ടായി. ഇന്നിപ്പോൾ വേണമെങ്കിൽ ജനറേറ്റീവ് AI പോലെയുണ്ടോ അല്ലെങ്കിൽ ChatGPT പോലെയുള്ള ടൂൾസ് ഉണ്ട്. നമുക്കൊരു പുസ്തകത്തിനെ പറ്റി അതിൻ്റെ കൺസൈസ് ആയിട്ടുള്ള ഒരു അറിവ് വേണമെങ്കിൽ, ആ പുസ്തകത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിലെ തന്നെ ആണോ എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് ChatGPTയോ ഗ്രോക്കോ ഒക്കെ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഐപാഡ് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഐപാഡിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം, പല പുസ്തകങ്ങൾ ഒരേ സമയം വായിക്കാം. ഇതെല്ലാം ബുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. വായിച്ചു പോയ ഒരു കാര്യം മറന്നു പോകാതെ അയ്യോ അത് ഏത് പുസ്തകത്തിന്റെ എത്രാമത്തെ പേജിലായിരുന്നു എന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാം. അങ്ങനെ കുറേയധികം കൺവീനിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വായന മരിച്ചിട്ടൊന്നുമില്ല, കുട്ടികൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഉള്ള ഒരു കാര്യം, ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ഒരു പക്ഷേ കുട്ടികൾക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ഒരു പിന്തുണ, ഒരു ബാക്കിംഗ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. അത് പറയാൻ കാര്യം, ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അനിയന്ത്രിതമായിട്ടുള്ള എനർജി ഉണ്ട്. അമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഈ എനർജി എവിടെയെങ്കിലുമൊക്കെ ഡൈവേർട്ടായി പോകണം. കേവലം പഠിത്തം അതുകൊണ്ട് മാത്രം കാര്യമില്ല. കളിക്കാൻ കുട്ടികൾ പോകണം. ഇന്ന് എത്ര കുട്ടികൾ പ്രോപ്പറായിട്ട് കളിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്, പണ്ടത്തെ പോലല്ല. അപ്പോൾ അവരുടെ എനർജി സ്പെൻഡ് ആവണം. ആ എനർജി ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിനുള്ള മാർഗങ്ങളാണ് കളി, വായന, കരാട്ടെ പോലെ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക, സംഗീതം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഈ കലാവാസനയുള്ള കുട്ടികൾ, വര പഠിക്കാൻ പോകുന്ന ആൾക്കാർ, ഇതെല്ലാം ഇവർ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇതിലുമായിട്ട് ട്യൂൺഡ് ആകും.
ആ സമയത്ത് ഇതൊരു ലഹരിയായിട്ട് മാറും. ആ ലഹരിയാണ് സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ശരിയായ മറുമരുന്ന്. അത് വായനയുണ്ടെങ്കിൽ അതിലാണ് കുട്ടിക്ക് താല്പര്യമെങ്കിൽ വായന പ്രോത്സാഹിപ്പിക്കാം, കലകളാണെങ്കിൽ കലകൾ പ്രോത്സാഹിപ്പിക്കാം, കായികമാണെങ്കിൽ കായികം പ്രോത്സാഹിപ്പിക്കാം, മറ്റേതെങ്കിലും മേഖലകളാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാം. കുട്ടിയുടെ പാഷൻ രക്ഷിതാവിന്റെ പാഷൻ തന്നെ ആകണം എന്ന് നിർബന്ധം പിടിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കുക, സ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കേവലം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമുള്ള അരമണിക്കൂർ കളി എന്നതിനപ്പുറത്തേക്ക് ഒരു കരിയറാക്കി മാറ്റാൻ പറ്റും എന്ന് ഇന്ന് കേരളത്തിലുള്ള ആൾക്കാരും തിരിച്ചറിഞ്ഞു, പേരൻസ് തിരിച്ചറിഞ്ഞു അല്ലേ. ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൊളീഗ്സ് ആയിട്ടുള്ള നിരവധി ആൾക്കാരുടെ കുട്ടികൾ പ്രൊഫഷണൽ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, പ്രൊഫഷണൽ ടെന്നീസ് കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാണ്? അവര് പണം മുടക്കി കിറ്റ് വാങ്ങി കുട്ടികൾക്ക് കൊടുത്ത് എല്ലാ വീക്കും കൃത്യമായി അവരെ ക്ലാസ്സുകളിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഇവന് ടാലന്റ് ഉണ്ടെങ്കിൽ നാളെ ഇവനൊരു പക്ഷെ അണ്ടർ 15 കയറും, അണ്ടർ 19 കയറും, സ്റ്റേറ്റിന് കളിക്കും, അവന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാളെ ഒരു IPL കോൺട്രാക്ട് കിട്ടിയാൽ അവന്റെ ലൈഫ് സെറ്റ് ആണെന്ന് ഈ പേരൻസ് ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ കാലത്ത് അതുണ്ടോ? പോയിരുന്ന് പണിയടാ എന്ന് മാത്രമായിരിക്കും പറയുക. ഞാൻ പറഞ്ഞ ആ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീം ലോകകപ്പ് ജയിച്ചു. പെൺകുട്ടികളെ എത്രത്തോളം സ്പോർട്ടിനെ ഒരു കരിയറായിട്ട് എടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കുക. 1983 വേൾഡ് കപ്പ് ഇന്ത്യ ജയിക്കുന്ന സമയത്താണ് ഇവിടെ ക്രിക്കറ്റ് ഒരു വലിയ റിലിജിയനായി മാറാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ് കൂടുതൽ ആൾക്കാർ താല്പര്യത്തോടു കൂടി വരുന്നത്. ഇനി അതേ റെവല്യൂഷൻ WPL-ലും ഈ വേൾഡ് കപ്പ് വിന്നും ഒക്കെ കൊണ്ട് സ്ത്രീകളുടെ സ്പോർട്ടിലുണ്ടാകും. അത് കേവലം ക്രിക്കറ്റിൽ മാത്രമല്ല മറ്റ് സ്പോർട്ടിലേക്ക് ഉണ്ടാകും. ഞാൻ പറയുന്നത് ഈ എനർജി ചാനലൈസ് ചെയ്യാനായിട്ട് ഈ മാർഗങ്ങളെല്ലാം സ്വീകരിക്കേണ്ടതാണ്. ഇനി ഇതൊന്നുമല്ല എങ്കിൽ പണ്ട് നമ്മുടെ നാട്ടിൽ വൈകുന്നേരങ്ങളിൽ സ്ഥിരമുള്ള ഒരു പരിപാടിയുണ്ട്. 6 മണി കഴിയുമ്പോഴത്തേക്ക് വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം ആൾക്കാർ പോയിരുന്നിട്ട് കുടുംബമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ചേർന്നിട്ട് നാമം ജപിക്കുന്ന പരിപാടിയുണ്ട്. ഇന്ന് പല വീടുകളിലും അതില്ല. ക്രിസ്ത്യൻ ഫാമിലിയിൽ പിന്നെയുണ്ട്, ഹിന്ദു ഫാമിലിയിലൊക്കെ പലയിടത്തും അതില്ല. ഞാൻ പറഞ്ഞ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പോലും ആൾക്കാർക്കൊരു ഗൈഡൻസ് ആണ്. ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ അച്ഛൻ ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന നന്മയുടെയും തിന്മയുടെയും കഥ, അത് ആ കഥ മറന്നു കഴിഞ്ഞാൽ അതിലുള്ള നമ്മളെല്ലാം പറയില്ല മോറൽ ഓഫ് ദ സ്റ്റോറി, ഈ കുട്ടികൾ ഡീറെയിൽഡായി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അങ്ങയോട് ചോദിക്കാനുള്ളത്, കുറച്ച് മുന്നേ ഒരു റിസർച്ചിനെ കുറിച്ച് പറയണ്ടായി. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള തിരോധാനം, അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ളതും എന്നാൽ ആധികാരികമായി പഠിക്കുകയും ആ വിഷയത്തിൽ ഒട്ടനവധി എനിക്ക് തോന്നുന്നത് ഒരു ടീം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടല്ലേ? അതിനുവേണ്ടി ഒരു ടീം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്ക് കടന്നു വന്ന അങ്ങേക്ക് അതിനെക്കുറിച്ച് ഒരു പുസ്തകമാക്കുന്നതിനെ കുറിച്ച് ചർച്ച അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ആലോചന ഉണ്ടായിട്ടുണ്ടോ? അതിൽ ആക്ച്വലി പുസ്തകമുണ്ട്, ഇംഗ്ലീഷിലാണ്, പിന്നെ മറ്റ് ചില ഭാഷകളിൽ കൂടിയുണ്ട്, മലയാളത്തിലില്ല. അതാണ് ചോദിച്ചത്, മലയാളത്തിലേക്ക് അതിനെക്കുറിച്ച് പുസ്തകത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നാണ്. ഒന്നത് വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അത് പൂർണ്ണമായിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡെഡിക്കേഷൻ വേണ്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് അത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അതിലില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യാത്തത്. പക്ഷേ പ്രൊഫഷണലായിട്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ അപ്രോച്ച് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ സംശയമില്ല, അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ അത് ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക് അത് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കരുതുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് നിലവിൽ ഇംഗ്ലീഷിലാണുള്ളത്. അത് വായിക്കാൻ എന്ന് ഞാൻ ആൾക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് പൂർണ്ണമാകണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിലവിലുള്ള പുസ്തകങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം വി ക്യാൻ കൺസിഡർ. അതെ, തീർച്ചയായിട്ടും നമ്മളുടെ സമയത്തിലേക്ക് കിടക്കുകയാണ്. കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ കുറിച്ചുള്ള ചർച്ച എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളന്ന് ക്ലബ് ഹൗസിൽ എടുത്ത സമയത്ത് ഏകദേശം ഒരു 4-5 എപ്പിസോഡിൽ കൂടുതൽ അത് ചർച്ചയിലേക്ക് പോയി. അപ്പോൾ അത്രയും പറഞ്ഞാൽ തീരാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലേക്ക് ഇന്ന് കടക്കാത്തതും. ഇന്ന് ഇതുവരെ സമൂഹം അറിയാത്ത അല്ലെങ്കിൽ പലപ്പോഴും കുറച്ചുതന്നെ ഒരു ശ്രീത്ത് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ചോദിക്കാത്ത പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചതും അദ്ദേഹം ഇവിടെ പങ്കുവെച്ചതും. നമുക്കൊരു 5 ചോദ്യങ്ങൾ കൂടുതൽ പോകാൻ പറ്റും. അതിൽ 2-3 ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ഞാൻ ചോദിക്കാൻ വന്നത് ഈ കമ്മ്യൂണിസം ഇപ്പൊ ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ടി പറയേണ്ടത് ഞങ്ങളുടെ ഇന്ന നിലപാടുകളിൽ ഇന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം. പുഷ്പനെ അറിയാമോ എന്ന് നമ്മളോട് ഈണത്തിൽ പാട്ട് പാടും. ഇപ്പൊ നമ്മൾ അവരോടല്ലേ ചോദിക്കുന്നത് നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്ന്? കാരണം എന്താ ചെയ്തത്?
വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാർ അതിന്റെ പേരിൽ 5 ധീര സഖാക്കൾ ബലിദാനികളായി പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ, ഒരാൾ 30 വർഷത്തോളം ജീവൻ ശവം പോലെ കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം മരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നിലപാട് മാറ്റി. ഇപ്പൊ ഇവിടെ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരണമുണ്ട്, വിദേശ സർവകലാശാലകൾ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. ഞങ്ങളുടെ നിലപാട് മാറുകയാണ് എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. PM ശ്രീ മാറുന്നുണ്ടോ? ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി മാറുന്നുണ്ടോ? എവിടെയെങ്കിലും മാറുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാതിരിക്കുകയും ഞങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റായിട്ട് ഞങ്ങൾ വഞ്ചി ഇപ്പോഴും തിരുനക്കരയാണ് എന്ന് പറയുകയും നമ്മൾ നിൽക്കുന്നത് വേറെ സ്ഥലത്തായി പോവുകയും ചെയ്യുന്നതിന്റെ വ്യത്യാസമുണ്ട്. അത് കമ്മ്യൂണിസം അല്ല, അത് കാപട്യമാണ്. ഇനി ആരെങ്കിലും ചോദിക്കാം? ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നതും മാർക്സിസം എന്ന് പറയുന്നതും ബേസിക്കലി തെറ്റായ, കാലഹരണപ്പെട്ടതല്ല, തെറ്റായ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതൊരിക്കലും ഒരു സ്ഥലത്തും പ്രാവർത്തികമാക്കാൻ പറ്റുകയില്ല, പ്രാവർത്തികമാക്കാൻ പാടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതൊരു ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ്. നമ്മുടെ രാജ്യത്തിൽ വലിയ കമ്മ്യൂണിസത്തിന് വലിയ വേരോട്ടം ഉണ്ടായിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുറേയധികം മാറ്റങ്ങൾ പോലും, ഇപ്പോൾ ഭൂപരിഷ്കരണമാണെങ്കിലും ഒക്കെ കമ്മ്യൂണിസത്തിന്റെ തന്നെ ഒരു സംഭാവന എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ എനിക്കില്ല കേട്ടോ. സത്യത്തിൽ അങ്ങനെ ഒരു ഒപ്പീനിയൻ എനിക്കില്ല. കാരണം ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുമ്പോൾ പുസ്തകത്തിൽ ഇരിക്കുന്ന കമ്മ്യൂണിസം അല്ല പലപ്പോഴും നടക്കുന്നത്. നയവ്യതിയാനം ഉണ്ടാകാതെ തന്നെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം മെട്രോ നല്ല കാര്യമാണ്. അത് കമ്മ്യൂണിസത്തിന്റെ ഏത് ആശയധാരയിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് ചോദിച്ച് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ ചോദ്യം? ഒരു ചോദ്യമാണ്. ഈ പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നുപോയി എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവരെ വായനയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരായ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായന എന്ന് പറയുന്നത് ചെറിയ പരുവത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ഒരു വാസനയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായം മുതൽ നമ്മൾ ഇന്നത് വായിക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യമില്ല. ചെറിയ പ്രായത്തിൽ ബാലസാഹിത്യം വായിച്ചാണ് സത്യത്തിൽ കുട്ടികൾ വളരേണ്ടത്. ഏതൊരു സമയത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് അവർ സ്വയം നിർണ്ണയിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ തമാശയ്ക്ക് പറയുമ്പോൾ അവനിപ്പോഴും പൂമ്പാറ്റയാണ് വായിക്കുന്നത്. ഈ പൂമ്പാറ്റ എന്ന് പറയുന്ന പുസ്തകത്തിന് അല്ലെങ്കിൽ ബാലരമ, അതിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്വാധീനം പിന്നെ വേറെ ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ മനോവ്യാപാരങ്ങളെ ആ കാലഘട്ടത്തിലുള്ള ആ പ്രായത്തിലുള്ള നമ്മളെ അടയാളപ്പെടുത്തുന്നത് അതിലെ കഥകളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് സൂത്രന്റെയും കബീഷിന്റെയും ഒക്കെ കഥ വായിച്ചിട്ട് നമ്മൾ കൊള്ളാം എന്ന് പറഞ്ഞ് ചിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ കാലഘട്ടത്തിലെ മനസ്സിന് അതാണ് വേണ്ടത്. ഇത് ചെയ്യുന്നത് എന്താണ്? നമ്മളെല്ലാം ഈ വായനയിലേക്ക് ആകർഷിക്കുകയാണ്. നല്ല നിറങ്ങൾ പിന്നീട് വന്നു, പടങ്ങൾ വന്നു, വലിയ അക്ഷരങ്ങൾ വന്നു. അപ്പോൾ വായന കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ ഇതൊരു ഇവോൾവിങ് സ്റ്റേജാണ്. ഒരു കുട്ടി, നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മതി, ഒരു കുട്ടികൾക്കുള്ള പുസ്തകം കൊടുക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം ചെറിയ പുസ്തകങ്ങളാണ്. 8 പേജേ കാണും. പക്ഷെ ഒരു പേജ് എന്ന് പറയുന്നത് ഒരു കാർഡ്ബോർഡിന്റെ കട്ടി കാണും. അത് വളരെ ഗ്ലോയിങ് ആയിരിക്കും, ഭയങ്കര ഗ്ലോസി പ്രിന്റ് ആയിരിക്കും, വലിയ അക്ഷരങ്ങളായിരിക്കും, നല്ല നിറങ്ങളായിരിക്കും. അതെന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്താൽ ഭംഗി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടല്ല.